സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. സിദ്ധുനെ ഒന്ന് വിളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, വീട്ടിൽ ചെന്നിട്ട് സ്വസ്ഥായിട്ട് വിളിക്കാം. ഉരുപ്പടി വരുന്നുണ്ട്, ചെല്. പെങ്ങളെ, ഈ അഡ്രസ് ഒന്ന് നോക്കിയേ. പേടിക്കണ്ട, മാല പൊട്ടിക്കുന്ന ടീംസ് ഒന്നും അല്ല. ഇവിടെ ഒരു ഡോക്ടറെ കാണാൻ വന്നതാ, എറണാകുളത്തുനിന്ന്. ഡോക്ടർ ഷേനായി, ഹൗസ് നമ്പർ 110, ടെമ്പിൾ റോഡ്, ട്രിവാൻഡ്രം. ഇത് ഇല്ല നടേശൻ സാറേ, ഇതുവരെ വന്നിട്ടില്ല. കോണ്ടാക്ട് ചെയ്തിട്ടുമില്ല. ഇനി വഴിയിൽ എന്തെങ്കിലും പ്രശ്നം? ശരി, നോക്കാം. എന്താ മാഡം? ഏതാவது പ്രശ്നം? ദേവികയും കൊണ്ട് വരേണ്ട വണ്ടി താമസിക്കുന്നു. വഴിയിൽ എന്തെങ്കിലും തടസ്സം മനസ്സങ്ങനെ പറയുന്നു. ശരത്തണ്ണനെ കൂപ്പിട് മാഡം. ശരത്തണ്ണൻ? അല്ല മാഡം, നമ്മൾ എവിടേക്കാ ദേവിയും കൊണ്ട്? മരക്കാർ മണ്ഡപം, ഇവളുടെ ആശുപത്രിയിലേക്ക്. അല്ല, എന്റെ ആശുപത്രിയിലേക്ക്. അല്ലേടി? നിന്റെ ഡോക്ടറമ്മ അവിടെ കാണത്തില്ലേടി? കണ്ടിപ്പോ കാണും മാഡം. ഹലോ മാഡം, ഇത് സുനിയ, നടേശ സാറിന്റെ. മനസ്സിലായി. എവിടെ എത്തി സുനി? അവളില്ലേ കൂടെ? ഞങ്ങളിപ്പോ എത്തും. പ്രോപ്പർട്ടി ഭദ്രമായി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. പിന്നെ മാഡം, തക്കല റൂട്ടിലേക്ക് തിരിയുന്നിടത്ത് നിന്നാ മതി. അവിടെ തന്നെ നിൽക്കുന്നത്. നിങ്ങൾ എന്താ ഇത്ര താമസിച്ചത്? 3 തവണ വാഹനം മാറി. CCTV വിഷ്വൽസ് വെച്ച് പോലീസ് വണ്ടി ട്രേസ് ചെയ്യാൻ പാടില്ലല്ലോ. അത് ബുദ്ധി. ഗുണ്ടകൾക്ക് ആന തലയല്ലേ മാഡം? ശരി ശരി, ആന തലയുമായി പെട്ടെന്നിങ്ങ് വാ. വരുന്നുണ്ടവൾ. അല്ല മാഡം. എന്താ? ദേവിയെ നമ്മളെ കൊണ്ടുപോയിട്ട് എന്തിനാ? പുഴുങ്ങി തിന്നാൻ. നീ നിന്റെ കാര്യം നോക്കിയാ മതി. അല്ല, ശരത്തണ്ണൻ എന്നോടൊന്നും പറഞ്ഞില്ല. നിന്നോടെല്ലാം പറയാൻ ശരത്തണ്ണന്റെ ആരാടി? അല്ല മാഡം, ഞാൻ ചെയ്യുന്ന ജോലിക്ക് കൂലി കൃത്യമായിട്ട് കിട്ടും, അത് മതി. എന്നാടി അമതം, ചുമ്മാ മാഡത്തെ കിട്ട. ഞാനൊന്നും പറയുന്നില്ല. നല്ല തങ്കക്കുടം പോലത്തെ കൊച്ച്, സിനിമാ നടികളെ പോലെ അല്ലടാ? അതെ അണ്ണ. ഒരു മുടിനാര് പോലും പൊട്ടരുതെന്നാ പ്രഭാവതി മാഡത്തിന്റെ കൽപ്പന. അവരാരണ്ണ? നടേശ സാർ പറഞ്ഞ അറിവേ ഉള്ളൂ എനിക്ക്. ഏതോ ലേഡി ഡോൺ. ആരായ നമുക്കെന്താ? നമുക്ക് കാശ് കിട്ടണം, അത്ര തന്നെ. പിന്നെ അല്ല, മേഘസ്തംഭം മഹാചര്യം. മേഘസ്തംഭം അല്ലണ്ണ, ദീപസ്തംഭം എന്ന്. ദീപസ്തംഭമെങ്കിൽ ദീപസ്തംഭം. നീ പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ടല്ലോടാ? പോയിട്ടുണ്ടണ്ണ.
മോളെ, ദേവിക മോളെ ഇതുവരെ കണ്ടില്ലല്ലോ. അച്ഛൻ ഫോണിൽ വിളിച്ചു നോക്കിയില്ലേ? വിളിച്ചു മോളെ, പക്ഷെ ഫോൺ സ്വിച്ച് ഓഫാ പറയുന്നേ. അച്ഛൻ പേടിക്കാതിരിക്ക, ചിലപ്പോ ചാർജ് തീർന്നു പോയതായിരിക്കും. എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു മോളെ. പോയത് ആ പ്രേമയുടെ അടുത്തേക്കല്ലേ? ദേവിക മോള് പോയി കഴിഞ്ഞുള്ള ശരത്തിന്റെ അടക്കി പിടിച്ചുള്ള ഫോൺ സംഭാഷണവും മോള് വരാൻ താമസിക്കുന്നതും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും ആ സംശയമുണ്ടച്ചാ. ഇനി ഞാനിപ്പോ നടത്തുന്നത് അഭിനയമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിന്റെ ദേഷ്യത്തിന് അവനെന്തെങ്കിലും ചെയ്തു കാണുമോ? അതിന് സാധ്യതയില്ലേ മോളെ. മോളെ അവന് സംശയമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ദേവിക മോളോട് തീർത്താ തീരാത്ത പക അവനും അവൻ്റെ അമ്മയ്ക്കും ഉണ്ട്. എൻ്റെ മുമ്പിൽ വെച്ച് പോലും ദേവികയോട് എത്ര മോശമായിട്ട് അവർ സംസാരിച്ചിട്ടുള്ളേ. ഇനി നമ്മൾ എന്ത് ചെയ്യുവച്ചാ? മോളൊന്ന് സമാധാനപ്പെട. അച്ഛൻ പോയിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വരാം. എന്താടാ ശരത്തെ? ഒരു പ്രശ്നവുമില്ല, അവളിപ്പോ വരും. ആ, അവളാണെന്ന് തോന്നുന്നു. നീ വെച്ചോ, ഫോൺ വയ്ക്കടാ. ഞാൻ സുനി. മനസ്സിലായി. അവളെവിടെ? വണ്ടിയിലുണ്ട്. എടുത്തെന്റെ വണ്ടിയിലേക്ക് വെക്ക്. ശരി മാഡം.